ബാക്ക് റൂംസ് പടം കണ്ടു. പുറത്തൊക്കെ ഒബ്സഷൻ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വൻ വിജയമായിട്ടുള്ള ഒരു പടമാണ്. രണ്ടിനും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ചെറിയ ബജറ്റിൽ വന്നിട്ട് വമ്പൻ വിജയങ്ങളായിട്ടുള്ള പടങ്ങളാണ് രണ്ടും ഹൊറർ എന്ന ജോൺറയ്ക്ക് വേറെ തലങ്ങൾ സമ്മാനിച്ച സിനിമകളുമാണ്. ഒബ്സഷൻ ആണെങ്കിൽ വമ്പൻ വിജയമാണ്, ഇന്ത്യയിലടക്കം നേടിയത്. ആദ്യം കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്ന പടം ഇപ്പോൾ കോട്ടയത്തും ഞങ്ങളുടെയൊക്കെ ചെറിയ ടൗൺ കറുകച്ചാലി വരെ ഓടുന്നുണ്ട്. അതും അത്യാവശ്യം നിറഞ്ഞ സദസ്സിൽ തന്നെ. അത്രയ്ക്ക് ആ പടത്തിന് ഒരു സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രമേയത്തിന്റെ കരുത്തിന്റെ പ്രത്യേകത കൂടിയാണ്. ഇനി ബാക്ക് റൂംസിലേക്ക് വന്നാൽ 20 വയസ്സ് മാത്രം പ്രായമുള്ള യൂട്യൂബർ കൂടിയായ കെയ്ൻ പാഴ്സൺസ് ആണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ക്രീപ്പി പാസ്റ്റ, അതായത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടി പടച്ചുവിടുന്ന ഹൊറർ കഥകളാണ് ക്രീപ്പി പാസ്റ്റ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു ക്രീപ്പി പാസ്റ്റ പോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് കെയ്ൻ പാഴ്സൺസ് ഒരു വെബ് സീരീസ് തന്റെ യൂട്യൂബ് ചാനലിൽ 2022 ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ആ വെബ് സീരീസിന്റെ പേരും ബാക്ക് റൂംസ് എന്ന് തന്നെയാണ്. ആ സീരീസ് കണ്ട് ഇഷ്ടപ്പെട്ട A24 ഇതിന്റെ ഒരു ഫിലിം അഡാപ്റ്റേഷൻ ഉണ്ടാക്കാൻ പുള്ളിയോട് തന്നെ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് ബാക്ക് റൂംസ് എന്ന സിനിമ ഉണ്ടായത്. റിനേറ്റ് റെയിൻസ്വേ, ഷുവിറ്റൽ എജിയോഹോ തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് സൈഫൈ സൈക്കോളജിക്കൽ ഹൊറർ സിനിമയെ കുറിച്ച് ആദ്യം തന്നെ പറയാം, ഈ പടം വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക. ആദ്യം മുതലുള്ള ചെറിയ സീനിന് വരെ വളരെ പ്രാധാന്യമുള്ള ഒരു കഥയാണ് ഇതിൻ്റെത്. ഈ പടം എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ഈ സിനിമയിലെ തന്നെ ഒരു ഡയലോഗ് കടമെടുത്ത് ഞാൻ പറയുകയാണ്. സ്പോയിലർ ഒന്നുമല്ല കേട്ടോ, എന്തു പറഞ്ഞാലും സ്പോയിലർ ഒന്നും ഈ പടത്തിനാവില്ല. അതായത് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പട്ടിയെ കണ്ടിട്ടില്ലാത്ത ഒരാളോട് പട്ടിയെ വരയ്ക്കാൻ പറഞ്ഞാൽ അയാൾ എന്ത് വരച്ച് കാട്ടും, ആ ഒരു അവസ്ഥ. അതാണ് ഈ പടത്തിന്റെ കഥയെന്ന് പറയാം. ഇത് കേട്ടിട്ട് പട്ടി പോയോ കിളി പോയോ? പടത്തിന്റെ പ്ലോട്ടിനെ കുറിച്ച് പറഞ്ഞാൽ നായകൻ ക്ലർക്കും പുള്ളിയുടെ തെറാപ്പിസ്റ്റ് മേരിയും കൂടി രക്ഷപ്പെട്ട് മറ്റൊരു മഞ്ഞ മതിൽ ശരിയാ അത്രേ ഉള്ളൂ. പക്ഷെ കാണുന്ന നമ്മുടെ കിളി ഏതൊക്കെ മതിൽ ചാടി എതിലെയൊക്കെ പറന്നത് തമ്പുരാൻ അറിയാം. സോ കിടിലം പടമാണിത്. ഈ അടുത്ത കാലത്ത് കണ്ട പടങ്ങളിൽ ഏറ്റവും കിളി പറത്തുന്ന സിനിമകളിൽ ഒന്നാണിതെന്ന് പറയാം. പക്ഷെ ഇതെല്ലാവർക്കും വർക്ക് ആവുമോ എന്ന് എനിക്കറിയത്തില്ല. ചിലർക്ക് ഇത് കണ്ടിട്ട് ഇടയ്ക്ക് കുറച്ച് ബോറടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ ഒബ്സഷൻ ആണെങ്കിലും കുറെ കൂടി ആൾക്കാർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രമിസ് അതിനുണ്ട്. ഇത് അങ്ങനെയും ആകാൻ കുറച്ച് പാടാണെന്നുള്ളത് കൊണ്ട് തന്നെ പലർക്കും വർക്ക് ആകില്ല. റിലേറ്റബിലിറ്റി മാത്രമല്ല, മനസ്സിലാവാത്തതും ഉൾക്കൊള്ളാനാവാത്തതും ഇതിന്റെ വേറൊരു മെയിൻ പ്രശ്നം. പക്ഷെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒന്ന് ഇന്നാകാൻ കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ത്രില്ലാണ് കേട്ടോ. ആ ഇന്നാകാനായിട്ട് കുറച്ച് പാടാണ്. ഇപ്പൊ പ്രൈമർ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അത് എല്ലാവർക്കും വർക്കാവില്ല. എനിക്കും ആയിട്ടില്ല കേട്ടോ പൂർണ്ണമായിട്ടും. പക്ഷെ അതൊരു ഹെവി കിടിലൻ കിളിപറത്തൽ ഐറ്റം തന്നെയാണ്. ഇത് അത്രയ്ക്കൊന്നും ഇല്ല, എന്നാൽ ഒരു ട്രൂ മൈൻഡ് ഫക്കിംഗ് ഐറ്റം തന്നെയാണ്. എനിക്ക് പേഴ്സണലി പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ പൂർണ്ണമായിട്ടും വർക്കാകാൻ എനിക്കും കുറച്ച് ടൈം വേണം. സോ അത്തരത്തിലുള്ള യുണീക്ക് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സിനിമയാണിത്. ഈ ഭൂതം, പ്രേതം, പിശാച്, മോൺസ്റ്റർ ഇതൊന്നുമല്ല. ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ തലയിലെ ചില ചിന്തകളാണ്. അതല്ലെങ്കിൽ അതിന് വഴി തെളിയിക്കുന്ന ലോൺലിനെസ് ആണ് എന്ന് പറയാം. അതാണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. മനുഷ്യരുടെ ഉള്ളിലെ ഭീതിയുടെ ഉള്ളിൽ അകപ്പെട്ടു പോയാലുള്ള അവസ്ഥ, അതിന്റെ ഒരു സെറിയൽ വേർഷൻ ആണിത് എന്നൊക്കെ വേണമെങ്കിലും പറയാം. സത്യം പറയാലോ, ഞാൻ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്റേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മനസ്സിൽ തന്നെ ഇങ്ങനെ രൂപപ്പെടുത്തിക്കൊണ്ട് വരികയായിരുന്നു. പക്ഷെ ഞാൻ വന്നുകൊണ്ടിരുന്ന ആ വഴി പടം തന്നെ പെട്ടെന്ന് അടച്ചു. അങ്ങനെ നീ സൂഹിക്കേണ്ട, നീ ഉദ്ദേശിക്കുന്ന സംഭവമല്ല, വേറെയാണ് എന്ന രീതിയിൽ പടം പിന്നെ അങ്ങോട്ട് മാറി. സോ ഒരു കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒരാൾക്ക് പൂർണ്ണമായിട്ടും തരാൻ പറ്റുമോ എന്ന് സംശയിക്കപ്പെടുന്ന രീതിയിൽ വേറൊരു തലത്തിലാണ് പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. വളരെ ലെയർഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. പലർക്കും ഇത് പല രീതിയിൽ ഇതിന്റെ കഥ ഇതെന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് വായിച്ചെടുക്കാൻ പറ്റും. ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ രചനയിൽ സഹായിക്കാനായിട്ട് ഒരു സ്പെഷ്യൽ സൈക്കോളജിക്കൽ കൺസൾട്ടന്റ് തന്നെ പടത്തിനുണ്ടായിരുന്നു. സോ അമ്മാതിരി ഒരു കിളിവർത്തൽ ഐറ്റം ആണിത്. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊന്ന് ഇന്നാകാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ പടം ഭയങ്കര എൻഗേജിംഗ് ആണ്, ത്രില്ലിംഗ് ആണ്. ഈ ഏകാന്തത ഭീകരമായിട്ട് തോന്നുന്ന ചില മനുഷ്യർ അവരിങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി കാട് കയറി അത് പിന്നെ പല ഭിത്തികൾ താണ്ടി മറ്റൊരു യൂണിവേഴ്സിൽ എത്തുന്ന ഒരു അവസ്ഥയാണ് പടം കാണിക്കുന്നതെന്ന് പറയാം. ഈ അടുത്ത കാലത്ത് കണ്ട പടങ്ങളിൽ ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള സിനിമയും ഇതാണ്. നല്ല കിഡിലൻ കോൺസെപ്റ്റ് ആണ്. ഒട്ടും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലല്ല പടം പോകുന്നത്. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റിയും സിനിമയ്ക്കുണ്ട്. ഫൗണ്ട് ഫുട്ടേജ് ഹൊറർ സീക്വൻസുകളൊക്കെ നല്ല കിഡിലനായിട്ട് ഈ പടത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെ പോസിറ്റീവ്സ് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളൊന്നും പടത്തിലില്ല, 4-5 പേരേ ഉള്ളൂ. അതിൽ തന്നെ മെയിൻ ക്യാരക്ടേഴ്സ് 2 പേരാണ്. ഒന്ന് ക്ലർക്ക് എന്ന ഫർണിച്ചർ ഷോപ്പ് ഉടമ, പിന്നെ പുള്ളിയുടെ തെറാപ്പിസ്റ്റ് ആയിട്ടുള്ള മേരിയായിട്ട് റിനേറ്റ് റെയിൻസ്വേ, അതുപോലെ ക്ലർക്കായിട്ട് ഷുവിറ്റൽ എജിയോഹോ. ഇവർ രണ്ടുപേരാണ് വരുന്നത്. രണ്ടുപേരും പൊളി പെർഫോമൻസ് ആണ്. വേറെയും 2-3 ക്യാരക്ടേഴ്സ് കൂടിയുണ്ട്. അഭിനയിച്ച ആൾക്കാരെല്ലാം കിടിലം പെർഫോമൻസ് ആണ്. ടെക്നിക്കലിയും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിന്റെ 95% ഈ ഒരു ബാക്ക് റൂം സെറ്റപ്പിലാണ്. അതായത് കൂടുതലും മഞ്ഞ നിറത്തിലുള്ള കുറെ ചുമരുകളൊക്കെയുള്ള മുറികൾ നിറഞ്ഞ ഒരു കെട്ടിടമാണ്. ഇത്തരത്തിലുള്ള കുറച്ച് മുറികൾ മാത്രം കാണിച്ചുകൊണ്ട് പടം എൻഗേജിംഗ് ആയിട്ട് ഒരുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ്. ഇതിന്റെ ക്യാമറ എഡിറ്റിംഗ് ഒക്കെ പക്കായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കും എടുത്ത് തന്നെ പറയണം, VFXും കൊള്ളാമായിരുന്നു. 1990ന്റെ തുടക്കമാണ് കാണിക്കുന്നത്. ഒപ്പം ഈ മഞ്ഞമുറികളുമാണ് പടത്തിലുള്ളത്. സോ ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ സ്പെഷ്യൽ ആയിട്ടൊരു ഷൗട്ട് ഔട്ട് അർഹിക്കുന്നുണ്ട്. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ ഇത് എല്ലാവരുടെയും കപ്പ് ചായ അല്ല എന്നുള്ളതാണ്. എല്ലാവർക്കും ഇത് എങ്ങനെയൊക്കെ ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ചിലർ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് എണീറ്റ് പോയേക്കാം. സോ ഇത് നിങ്ങൾ കണ്ടു തന്നെ അറിയാം നിങ്ങളുടെ ടൈപ്പ് ആണോ അല്ലയോ എന്നുള്ളത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റിലേറ്റബിൾ ആകാൻ കുറച്ച് പാടാണെന്നുള്ളതും ആളുകൾക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് പ്രോബ്ലം ഉണ്ടാക്കും. സോ മൊത്തത്തിൽ ഒരു കിടിലൻ കിളി പറത്തുന്ന സൈഫൈ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലറാണ് ബാക്ക് റൂംസ്. വൺ ഓഫ് എ കൈൻഡ് മൂവി എന്നൊക്കെ പറയാവുന്ന ഒരു പടമാണ്. ഈ വർഷത്തെ മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് എല്ലാവരുടെയും കപ്പ് ചായയും അല്ല. ചിലപ്പോൾ ചിലർക്ക് വർക്കാവില്ല, ചിലർക്ക് ഇത് ഗംഭീരമായിട്ട് വർക്കാവുകയും ചെയ്യും. ആ ഒരു റേഞ്ച് ആയിരിക്കും ഈ പടം കണ്ടതിന് ശേഷമുള്ള ആൾക്കാരുടെ റെസ്പോൺസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് എന്തായാലും പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു സിനിമയാണ്. എങ്കിൽ പോലും ഈ പടം കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി എക്സ്പ്ലനേഷൻസ് ഒക്കെ ഒന്നിൽ കൂടുതൽ ആൾക്കാർ എഴുതിയതൊക്കെ വായിച്ച് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ട് അതിൽ നിന്ന് നമ്മുടേതായിട്ടുള്ള ഒരു കൺക്ലൂഷനിൽ എത്താനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഇതിനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒന്നും ചെയ്യാൻ എന്നോട് ആവശ്യപ്പെടരുത്. കാരണം എനിക്ക് തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. ഞാനിത് പതിവ് പോലെ കോട്ടയത്തൊന്നും പടം ഇല്ലാത്തതുകൊണ്ട് കൊച്ചിയിൽ പോയിട്ട് ഫോറം മാളിൽ സ്ക്രീൻ 5ലാണ് പടം കണ്ടത്. ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഇല്ല എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് സബ് ടൈറ്റിലും കൂടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ തീരെ മനസ്സിലാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പടം അതിന്റെ പ്രമേയം കൊണ്ട് 18+ ആണ്. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.